Namaste. UGC NET Sanskrit Traditional Subjects Code 73 2022 ജൂലൈ ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അധോ ലിഖിതം അനുച്ഛേദം പഠിത്വ ഉത്തരാണി ദീയന്താം. താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ച് ഉത്തരമെഴുതാൻ 5 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ആദ്യം ചോദ്യങ്ങൾ പറയാം, അതിനുശേഷം പാരഗ്രാഫ് വായിച്ച് അർത്ഥം പറയാം. ലൗകാക്ഷി ഭാസ്കരാചാര്യൻ്റെ അർത്ഥസംഗ്രഹത്തിൽ നിന്നുമുള്ള പാരഗ്രാഫാണ് ഇവിടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, കോഹി അർത്ഥവാദഃ. ഉത്തരം ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉണ്ട്. ആഖ്യാനപരഃ, ഉപഹാസപരഃ, വിധിപരഃ, പ്രാശസ്ത്യപരഃ. ഉത്തരം പ്രാശസ്ത്യപരഃ. ഈ പാരഗ്രാഫിൽ ഉത്തരത്തെ സൂചിപ്പിക്കുന്ന വാക്യമാണ് പ്രാശസ്ത്യ നിന്ദാന്യതരപരം വാക്യം അർത്ഥവാദഃ എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യമാണ്, അർത്ഥവാദവാക്യാനാം അർത്ഥവത്ത കഥം പ്രതിപദ്യത്തെ. അർത്ഥവാദവാക്യങ്ങൾക്ക് അർത്ഥവത്വമുണ്ടാകുന്നത് ഏതുവഴിയാണ്? ഓപ്ഷൻസ് വ്യഞ്ജനയ, ലക്ഷണയ, അഭിധയ, താത്പര്യവൃത്യ. ഉത്തരം ലക്ഷണയ. ഉത്തരസൂചകം വാക്യം തസ്യ ച ലക്ഷണയ പ്രയോജനവദർത്ഥപര്യവസാനം. മൂന്നാമത്തെ ചോദ്യമാണ്, അർത്ഥവാദാനാം സ്വാർത്ഥമാത്രപരത്വേ കസ്യ പ്രസക്തിഃ. അർത്ഥവാദവാക്യങ്ങൾ സ്വാർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പറയുന്നതിൽ ഏതിനാണ് പ്രസക്തി? ഓപ്ഷൻസ് പ്രശംസാരൂപസ്യ, ആനർത്ഥക്യസ്യ, സ്വാർത്ഥസ്യ, വിധിരൂപസ്യ. ഉത്തരം ആനർത്ഥക്യസ്യ. ഉത്തരസൂചകം വാക്യം സ്വാർത്ഥമാത്രപരത്വേ ആനർത്ഥക്യപ്രസംഗാത്. നാലാമത്തെ ചോദ്യമാണ്, കേന വിധിന സകലവേദസ്യ അർത്ഥവത്ത സൂചിത. താഴെ പറയുന്നവയിൽ ഏതു വിധിയാണ് സകലവേദത്തിൻ്റെയും അർത്ഥവത്വത്തെ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ് അതിദേശവിധിന, അധ്യയനവിധിന, അപൂർവവിധിന, പരിസംഖ്യാവിധിന. ഉത്തരം അധ്യയനവിധിന. ഉത്തരസൂചകം വാക്യം സ്വാധ്യായോ അധ്യേതവ്യഃ ഇത്യധ്യയനവിധിന സകലവേദാധ്യയനം കർത്തവ്യമിതി ബോധയതാ സർവവേദസ്യ പ്രയോജനവദർത്ഥപര്യവസായിത്വം സൂചയതോപാത്തത്വേന ആനർത്ഥക്യ അനുപപത്തേഃ. അഞ്ചാമത്തെ ചോദ്യമാണ്, വായവ്യം ശ്വേതമാലഭേദഭൂതികാമഃ. വാക്യമിദം കസ്യ ഉദാഹരണമസ്തി? വായവ്യം ശ്വേതമാലഭേദഭൂതികാമഃ ഇത് എന്തിൻ്റെ ഉദാഹരണമാണ്? ഓപ്ഷൻസ് വിധിശേഷസ്യ, നിഷേധശേഷസ്യ, ദ്രവ്യശേഷസ്യ, യജ്ഞശേഷസ്യ. ഉത്തരം വിധിശേഷസ്യ. ഉത്തരസൂചകം വാക്യം തത്ര വായവ്യം ശ്വേതമാലഭേദഭൂതികാമഃ ഇത്യാദി വിധിശേഷസ്യ വായുർവൈ ക്ഷേപിഷ്ഠാ ദേവതേത്യാദിർവിധേയാർത്ഥപ്രാശസ്ത്യ ബോധകതയാ അർത്ഥവത്വം. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് വായിച്ച് അർത്ഥം പറയാം. പ്രാശസ്ത്യ നിന്ദാന്യതരപരം വാക്യം അർത്ഥവാദഃ. തസ്യ ച ലക്ഷണയാ പ്രയോജനവദർത്ഥപര്യവസാനം. തഥാ ഹി അർത്ഥവാദവാക്യം ഹി സ്വാർത്ഥപ്രതിപാദനെ പ്രയോജനാഭാവാത് വിധേയനിഷേധ്യയോഃ പ്രാശസ്ത്യനിന്ദിതത്വേ ലക്ഷണയാ പ്രതിപാദയതി സ്വാർത്ഥമാത്രപരത്വേ ആനർത്ഥക്യപ്രസംഗാത്. ആമ്നായസ്യ ഹി ക്രിയാർത്ഥത്വാത് ന ചേഷ്ടാപത്തിഃ സ്വാധ്യായോധ്യേതവ്യഃ ഇത്യധ്യയനവിധിനാ സകലവേദാധ്യയനം കർത്തവ്യമിതി ബോധയതാ സർവവേദസ്യ പ്രയോജനവദർത്ഥപര്യവസായിത്വം സൂചയതോപാത്തത്വേന ആനർത്ഥക്യ അനുപപത്തേഃ.
സ ദ്വിവിധഃ വിധിശേഷോ നിഷേധശേഷശ്ചേതി തത്ര വായവ്യം ശ്വേതമാലഭേദഭൂതികാമഃ ഇത്യാദി വിധിശേഷസ്യ വായുർവൈക്ഷേപിഷ്ഠാ ദേവതേത്യാദിർവിധേയാർത്ഥപ്രാശസ്ത്യബോധകതയാ അർത്ഥവത്വം ബർഹിഷി രജതം ന ദേയമിത്യാദി നിഷേധശേഷസ്യ സോരോദീദ്യതരോദീത് തദ്രുദ്രസ്യ രുദ്രത്വമിത്യാദിർനിഷേധസ്യ നിന്ദിതത്വബോധകതയാ അർത്ഥവത്വം. ന ച പ്രാശസ്ത്യാദിബോധസ്യ നിഷ്പ്രയോജനത്വേന നാർത്ഥവാദസ്യ അർത്ഥവത്വമിതി വാച്യം. ആലസ്യാദിവശാദപ്രവർത്തമാനസ്യ പുംസഃ പ്രവൃത്യാദിജനകത്വേന തദ്ബോധസ്യാപി യോഗാത്. ഇതിൻ്റെ അർത്ഥം നോക്കാം. പ്രാശസ്ത്യ നിന്ദാന്യതരപരം വാക്യം അർത്ഥവാദഃ. വേദത്തെ 5 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. വിധി, മന്ത്രം, നാമധേയം, നിഷേധം, അർത്ഥവാദം. അതിൽ അർത്ഥവാദം എന്ന വിഭാഗത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. പ്രാശസ്ത്യ നിന്ദാന്യതരപരം വാക്യം അർത്ഥവാദഃ. അതായത് വേദവാക്യങ്ങളിൽ ചില വാക്യങ്ങളെ അർത്ഥവാദ വാക്യങ്ങൾ എന്നാണ് മീമാംസകർ വിളിക്കുന്നത്. ഈ അർത്ഥവാദ വാക്യത്തിൻ്റെ ലക്ഷണത്തെയാണ് ഈ ആദ്യത്തെ വരിയിൽ സൂചിപ്പിക്കുന്നത്. എന്താണ് ലക്ഷണം? പ്രാശസ്ത്യ നിന്ദ ഏതദന്യതരപരത്വേ സതി വാക്യത്വം അർത്ഥവാദസ്യ ലക്ഷണം. അർത്ഥവാദവാക്യം പ്രാശസ്ത്യത്തെ ബോധിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ നിന്ദയെ ബോധിപ്പിക്കുന്നതാണ്. ഇതിലേതിനെങ്കിലും ബോധിപ്പിക്കുന്ന വാക്യത്തെയാണ് അർത്ഥവാദവാക്യം എന്ന് പറയുന്നത്. തസ്യ ച ലക്ഷണയാ പ്രയോജനവദർത്ഥപര്യവസാനം. ഈ ഒരു ആദ്യത്തെ വാചകം പ്രാശസ്ത്യ നിന്ദാന്യതരപരം വാക്യമർത്ഥവാദഃ, ഈ ഒരു വാചകത്തിൽ നിന്ന് ആണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കോ ഹി അർത്ഥവാദഃ. അപ്പോൾ നമ്മളവിടെ ഉത്തരം പറഞ്ഞു പ്രാശസ്ത്യപരഃ. അവിടെ പ്രാശസ്ത്യപരഃ എന്നുള്ള ഓപ്ഷനാണ് അവിടെ ഉള്ളത്, അതുകൊണ്ട് അത് പറഞ്ഞു. പ്രാശസ്ത്യപരഃ ഉത്തരസൂചകം വാക്യമാണ്. പ്രാശസ്ത്യ നിന്ദാന്യതരപരം വാക്യമർത്ഥവാദഃ എന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത വരി തസ്യ ച ലക്ഷണയാ പ്രയോജനവദർത്ഥപര്യവസാനം. ഈ അർത്ഥവാദവാക്യങ്ങൾ പ്രയോജനമുള്ളവയാകുന്നത് ലക്ഷ്യാർത്ഥത്തെ എടുക്കുമ്പോഴാണ്. അവയുടെ സ്വാർത്ഥത്തെ എടുക്കുമ്പോൾ അതിനെക്കൊണ്ടൊരു പ്രയോജനവും അവിടെ കിട്ടാനില്ല. അതുകൊണ്ട് സ്വാർത്ഥത്തെ പരിത്യജിച്ച് ലക്ഷണ കൊണ്ട് ലക്ഷ്യാർത്ഥത്തെ എടുക്കുമ്പോഴാണ് അർത്ഥവാദവാക്യങ്ങൾ പ്രയോജനമുള്ളതും അർത്ഥവത്ത ഉള്ളതും ആയി തീരുന്നത്. ഈ ഒരു ഇതും ഒരു ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? അർത്ഥവാദവാക്യാനാം അർത്ഥവത്ത കഥം പ്രതിപദ്യതേ എന്ന് ചോദിച്ചിരുന്നു, രണ്ടാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരമാണ് ലക്ഷണയ എന്ന് നമ്മൾ പറഞ്ഞു. ഉത്തരസൂചകം വാക്യമാണ് തസ്യ ച ലക്ഷണയാ പ്രയോജനവദർത്ഥപര്യവസാനം എന്നുള്ളത്. അടുത്ത വരി തഥാ ഹി അർത്ഥവാദവാക്യം ഹി സ്വാർത്ഥപ്രതിപാദനേ പ്രയോജനാഭാവാത് വിധേയനിഷേധ്യയോഃ പ്രാശസ്ത്യനിന്ദിതത്വേ ലക്ഷണയാ പ്രതിപാദയതി സ്വാർത്ഥമാത്രപരത്വേ അനർത്ഥക്യപ്രസംഗാത്. അപ്പോൾ സ്വാർത്ഥത്തെ പ്രതിപാദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രയോജനവും ഉണ്ടാകില്ല അർത്ഥവാദവാക്യങ്ങൾക്ക്. അതുകൊണ്ട് വിധിവാക്യങ്ങളുടെയും നിഷേധവാക്യങ്ങളുടെയും യഥാക്രമം പ്രാശസ്ത്യത്തെയും നിന്ദിതത്വത്തെയും ലക്ഷണ കൊണ്ടാണ് അർത്ഥവാദവാക്യം പ്രതിപാദിക്കുന്നത്. അപ്പോൾ സ്വാർത്ഥത്തെ പ്രതിപാദിച്ചു കഴിഞ്ഞാൽ അനർത്ഥക്യമാണ് അവിടെ ഫലമുണ്ടാകുക, ഒരു പ്രയോജനവും ഉണ്ടാകില്ല. അപ്പോൾ ഇതും ഒരു ചോദ്യത്തിൽ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ചോദ്യം അർത്ഥവാദാനാം സ്വാർത്ഥമാത്രപരത്വേ കസ്യ പ്രസക്തിഃ എന്ന് ചോദിച്ചു. അതിനുത്തരം പറഞ്ഞു അനർത്ഥക്യസ്യ. ഉത്തരസൂചകം വാക്യമാണ് സ്വാർത്ഥമാത്രപരത്വേ അനർത്ഥക്യപ്രസംഗാത് എന്നും പറഞ്ഞു. ആംനായസ്യ ഹി ക്രിയാർത്ഥത്വാത് ന ചേഷ്ടാപത്തിഃ. ആംനായത്തിന് വേദത്തിന് ക്രിയയാണ് അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥവാദവാക്യങ്ങൾ വെറുതെ പ്രാശസ്ത്യത്തെയും നിന്ദയെയും ബോധിപ്പിക്കുകയാണല്ലോ. അപ്പോൾ വേദം എന്ന് പറഞ്ഞാൽ ക്രിയയാണ് എന്ന്
പറയുകയാണെങ്കിൽ, അർത്ഥവാദവാക്യങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അവിടെ പറയാണ് സ്വാധ്യായോ അധ്യേതവ്യഃ ഇത്യധ്യയന വിധിന സകലവേദാധ്യയനം കർത്തവ്യമിതി ബോധയതാ സർവവേദസ്യ പ്രയോജനവദർത്ഥപര്യവസായിത്വം സൂചയതോപാത്തത്വേന അനർത്ഥക്യ അനുപപത്തേഃ. സ്വാധ്യായോ അധ്യേതവ്യഃ എന്നൊരു അധ്യയന വിധിയുണ്ട്. ഈ വിധിയിൽ എന്താണ് പറയുന്നത്? വേദം, സകല വേദവും അധ്യയനം ചെയ്യണമെന്നാണ്. അപ്പോൾ ഈ ഒരു വിധി ഉള്ളത് കൊണ്ട് തന്നെ അർത്ഥവാദവാക്യവും ഒരു വേദഭാഗമാണല്ലോ. അതുകൊണ്ട് തന്നെ അർത്ഥവാദവാക്യങ്ങൾ നിഷ്പ്രയോജനങ്ങളല്ല എന്ന് ഈ ഒരു അധ്യയന വിധി കൊണ്ട് തന്നെ കിട്ടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഒരു ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന വിധിന സകലവേദസ്യ അർത്ഥവത്താ സൂചിത. അവിടെ ഉത്തരം പറഞ്ഞു അധ്യയന വിധിന. ഉത്തരസൂചകം വാക്യമായിട്ട് നമ്മൾ പറഞ്ഞു സ്വാധ്യായോധ്യേതവ്യഃ ഇത്യധ്യയന വിധിന സകലവേദാധ്യയനം കർത്തവ്യമിതി ബോധയതാ സർവവേദസ്യ പ്രയോജനവദർത്ഥപര്യവസായിത്വം സൂചയതോപാത്തത്വേന അനർത്ഥക്യ അനുപപത്തേഃ എന്ന് പറഞ്ഞു. സദ്വിവിധഃ വിധിശേഷോ നിഷേധശേഷശ്ചേതി. അർത്ഥവാദവാക്യം രണ്ട് തരത്തിലുണ്ട്, വിധിശേഷം, നിഷേധശേഷം. തത്ര വായവ്യം ശ്വേതമാലഭേദഭൂതികാമഃ ഇത്യാദി വിധിശേഷസ്യ വായുർവൈ ക്ഷേപിഷ്ഠാദേവത ഇത്യാദിർവിധേയാർത്ഥപ്രാശസ്ത്യബോധകതയാ അർത്ഥവത്വം. അപ്പോൾ വിധിശേഷം, നിഷേധശേഷം എന്നിങ്ങനെ രണ്ട് തരത്തിലുണ്ട് അർത്ഥവാദവാക്യം. അപ്പോൾ വായവ്യം ശ്വേതമാലഭേദ ഭൂതികാമഃ എന്നൊരു വിധി, അതിനുശേഷം പറയുന്ന ഒരു അർത്ഥവാദവാക്യം വായുർവൈ ക്ഷേപിഷ്ഠാദേവത എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ വായവ്യം ശ്വേതമാലഭേദ ഭൂതികാമഃ എന്ന വിധിയുടെ പ്രാശസ്ത്യത്തെ ബോധിപ്പിക്കുന്ന വാക്യമാണ്. അപ്പോൾ വായുർവൈ ക്ഷേപിഷ്ഠാദേവത എന്ന് പറയുമ്പോൾ വായുദേവൻ വളരെ വേഗതയുള്ള ദേവനാണ് എന്നുള്ളതാണ് അതിൻ്റെ സ്വാർത്ഥം. പക്ഷെ അതുകൊണ്ട് ഇവിടെ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് ലക്ഷണ കൊണ്ട് വായുദേവതാകഃ യാഗഃ പ്രശസ്തഃ, വായുദേവതാകമായ യാഗം വളരെ പ്രശസ്തമാണ്, പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് എന്നുള്ള രീതിയിൽ അർത്ഥവാദവാക്യം അതിൻ്റെ പ്രാശസ്ത്യത്തെ ബോധിപ്പിക്കുന്നു. അപ്പോൾ വിധിശേഷത്തിന് ഒരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്. വായവ്യം ശ്വേതമാലഭേദ ഭൂതികാമഃ വായുർവൈ ക്ഷേപിഷ്ഠാദേവത എന്നിങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ടായിരുന്നു, അഞ്ചാമത്തെ ചോദ്യം. വായവ്യം ശ്വേതമാലഭേദ ഭൂതികാമഃ വാക്യമിദം കസ്യ ഉദാഹരണമസ്തി. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് വിധിശേഷസ്യ. ഉത്തരസൂചകം വാക്യമാണ് തത്ര വായവ്യം ശ്വേതമാലഭേദ ഭൂതികാമഃ ഇത്യാദി വിധിശേഷസ്യ വായുർവൈ ക്ഷേപിഷ്ഠാദേവത ഇത്യാദിർ വിധേയാർത്ഥ പ്രാശസ്ത്യബോധകതയാ അർത്ഥവത്വം എന്നിങ്ങനെ. അതുപോലെ ബർഹിഷി രജതം ന ദേയം ഇത്യാദി നിഷേധശേഷസ്യ സോരോതി ദ്യതരോതി തദ്രുദ്രസ്യ രുദ്രത്വം ഇത്യാദിർ നിഷേധസ്യ നിന്ദിതത്വ ബോധകതയാ അർത്ഥവത്വം. നിഷേധശേഷത്തിന് ഇവിടെ ഉദാഹരണം പറഞ്ഞതാണ് ബർഹിഷി രജതം ന ദേയം എന്നുള്ളത്. ഇവിടെ യാഗത്തിൽ രജതം ദാനം ചെയ്യരുത് എന്ന് നിഷേധമാണ് പറയുന്നത്. അപ്പോൾ അവിടെ അർത്ഥവാദവാക്യം പറയുന്നു സോരോതി യദ്രോതി തുടങ്ങിയിട്ടുള്ള വാക്യം. അതിൻ്റെ അർത്ഥം യാഗത്തിൽ രജതം കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ ഗൃഹത്തിൽ രോദനമുണ്ടാകും എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ സ്വാർത്ഥത്തെ എടുത്താൽ അവിടെ പ്രയോജനമില്ല. അപ്പോൾ എന്താണ് ഇവിടെ യാഗത്തിൽ രജതം ദാനം ചെയ്യുന്നത് നിന്ദിതമാണ് എന്നുള്ള നിന്ദാബോധകമായിട്ടുള്ള അർത്ഥമാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. എന്നുവെച്ചാൽ പ്രാശസ്ത്യാദിബോധസ്യ നിഷ്പ്രയോജനത്വേന നാർത്ഥവാദസ്യ അർത്ഥവത്വമിതി വാച്യം. പ്രാശസ്ത്യത്തെ ബോധിപ്പിക്കുന്നു അല്ലെങ്കിൽ നിന്ദയെ ബോധിപ്പിക്കുന്നു. ഇതുകൊണ്ട് എന്താണ് ഫലം? ആഗ്രഹമുള്ളവർ യാഗം ചെയ്തോളുമല്ലോ, വെറുതെ ഈ യാഗത്തിന് ഇന്ന ഫലമുണ്ട് എന്നിങ്ങനെ ആക്കം കൂട്ടി പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ പറയുന്നു ആലസ്യാദിവശാദ് അപ്രവർത്തമാനസ്യ പുംസഃ പ്രവൃത്യാദിജനകത്വേന തദ്ബോധസ്യാപി യോഗാത്. അതായത് യാഗം ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഇങ്ങനെ ആലസ്യം കൊണ്ട് അടുത്ത കൊല്ലം ചെയ്യാം ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു അർത്ഥവാദവാക്യം, പ്രാശസ്ത്യ ബോധകമായിട്ടുള്ള അർത്ഥവാദവാക്യം കേട്ടുകഴിഞ്ഞാൽ ഈ ഒരു യാഗം ചെയ്താൽ ഇന്ന ഫലമുണ്ടാകും ഇങ്ങനെയുള്ള അത് കേട്ട് കഴിഞ്ഞാൽ
പെട്ടെന്ന് ആ മടിയെ മാറ്റി വെച്ച് ചെയ്യാൻ, പ്രവർത്തിക്കാൻ ഈ അർത്ഥവാദവാക്യം കാരണമാണ് എന്നുള്ളത് കൊണ്ടും ഈ അർത്ഥവാദവാക്യത്തിന് പ്രയോജനമുണ്ട് എന്ന് സിദ്ധമാണ്. ഇങ്ങനെയാണ് ഈ ഒരു പാരഗ്രാഫ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്. നമസ്തേ.